ഹലോ എവരി വൺ. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേൾഡിലെ ക്യാപിറ്റൽ മാർക്കറ്റിലെ ലീഡിംഗ് ആയിട്ടുള്ള സിംഗപ്പൂർ കൺട്രിയുടെ സ്റ്റോക്ക് മാർക്കറ്റായ SGXനെ കുറിച്ചും അതിൻ്റെ ഇൻഡെക്സായ STIനെ കുറിച്ചുമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്താണെന്ന് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്ലേസ് വെർ വി ക്യാൻ സെൽ ആൻഡ് ബൈ ഷെയർ സെക്യൂരിറ്റീസ്. നമ്മുടെ ഷെയർസും സെക്യൂരിറ്റീസും വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു മാർക്കറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഈ മാർക്കറ്റിനെ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരു വാല്യൂവിനെ പറയുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന്. ദാറ്റ് ഹെൽപ്പ് ദ ഇൻവെസ്റ്റേഴ്സ് ടു കമ്പയർ ദ കറൻറ്റ് പ്രൈസ് ലെവൽ വിത്ത് ദ പാസ്റ്റ് പ്രൈസ് ടു കാൽക്കുലേറ്റ് ദ മാർക്കറ്റ് പെർഫോമൻസ്. ഈ ഇൻഡെക്സ് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ മാർക്കറ്റ് പെർഫോമൻസ് അളക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. അടുത്തതായിട്ട് നമ്മൾ സിംഗപ്പൂർ നിഫ്റ്റിനെ പരിചയപ്പെടാൻ പോവുകയാണ്. സിംഗപ്പൂർ നിഫ്റ്റി എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് SGX. SGX is a short form for the Singapore Exchange, founded on 1st December 1999 in Singapore. ദ സബ്സിഡറീസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് മെയിൻ ആയിട്ടുള്ള കമ്പനീസ് ആണുള്ളത്. ഒന്ന് ദ സെൻട്രൽ ഡെപ്പോസിറ്ററി ലിമിറ്റഡും സെക്കൻഡ് വൺ സിംഗപ്പൂർ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ലിമിറ്റഡും. അതിൻ്റെ CEO ആയിട്ട് പൊസിഷനിലിരിക്കുന്നത് ലൂ ബൂൺ ചേയാണ്. സിംഗപ്പൂർ എക്സ്ചേഞ്ച് ലിമിറ്റഡ് is an investing holding company located in Singapore and provide the different services to investors about the securities and derivative trading and others. The Singapore position itself as one of the leading capital market of the world. Thus, the SGX plays an important role. വേൾഡിലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിങ്ങിൽ വൺ ഓഫ് ദ ലീഡിംഗ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കൺട്രിയാണ് സിംഗപ്പൂർ. അതുകൊണ്ട് സിംഗപ്പൂരിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഓൾസോ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട്. ആസ് ഓഫ് ടുഡേ ദർ ആർ മോർ ദാൻ 500 കമ്പനീസ് ബീയിങ് ലിസ്റ്റഡ് ഓൺ ദ SGX മെയിൻ ബോർഡ്. SGXൻ്റെ മെയിൻ ബോർഡിൽ മോർ ദാൻ 500 കമ്പനീസ് ആണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. The opening and closing of the SGX Nifty happened at 6:30 AM and 11:30 PM respectively. ഇന്ത്യൻ ടൈം 6:30 AM സ്റ്റാർട്ട് ചെയ്ത് 11:30 PM SGX ക്ലോസ് ചെയ്യുന്നത്. while the Indian Nifty open and closes at 9:15 AM and 3:30 PM respectively. രാവിലെ 9:15 തുടങ്ങി വൈകുന്നേരം 3:30 ആണ് ഇന്ത്യൻ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇന്ത്യൻ നിഫ്റ്റി തുടങ്ങുന്നതിന് മുൻപേ തന്നെ 6:30 തന്നെ SGX നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഫ്ലക്ച്വേഷൻസ് ഓഫ് ദ SGX നിഫ്റ്റി ഡയറക്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്തെങ്കിലും SGF നിഫ്റ്റിയിൽ വരുന്ന ചേഞ്ചസ് അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. SGX is a member of the World Federation of Exchange and the Asian and the Ocean Stock Exchange Federations. അടുത്തത് എന്താണ് STI, അതായത് SGXൻ്റെ ഇൻഡെക്സായ STIനെ നമുക്ക് പരിചയപ്പെടാം. സ്ട്രേറ്റ് ടൈം ഇൻഡെക്സ് വിച്ച് പീപ്പിൾ സിംപ്ലി കോൾ STI ഈസ് എ മാർക്കറ്റ് ഇൻഡെക്സ് ഫോർ SGXൻ്റെ മാർക്കറ്റ് ഇൻഡെക്സ് ആണ് STI. അതിൻ്റെ സിംപിളി കോൾ ചെയ്യുന്നതാണ് STI എന്ന്. സ്ട്രേറ്റ് ടൈം ഇൻഡെക്സ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. പീപ്പിൾ ട്രീറ്റ് ദ വാല്യൂ ഓഫ് STI ആസ് എ ഗൈഡ് ടു ഹൗ വെൽ ഓർ ബാഡ്ലി ദ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻ സിംഗപ്പൂർ. സിംഗപ്പൂരിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് അളക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് STI. ദ STI കൺസിസ്റ്റ് ഓഫ് top 30 companies listed on the Singapore Exchange, where there are few criteria that are required for the companies to meet before they qualify for STI, such as trading volume. Some of the criterias യൂസ് ചെയ്തിട്ടാണ് ടോപ്പ് 30 കമ്പനികൾ സെലക്ട് ചെയ്യുന്നത് ഈ സിംഗപ്പൂർ എക്സ്ചേഞ്ച്. അതിനുള്ള സം ക്രൈറ്റീരിയാസ് ഉണ്ട്, അത് നമുക്ക് വരും സ്ലൈഡുകളിൽ പറയാം. ഇത് STIയുടെ ഒരു ഗ്രാഫാണ്. ഡിസംബർ 1987 തൊട്ടുള്ള ഗ്രാഫ് ഉണ്ട്. ഡിസംബർ 2019 വരെയുള്ള STIയുടെ പെർഫോമൻസ് ആണ് ഈ ഗ്രാഫിലുള്ളത്. നെക്സ്റ്റ്, ദ STI is a capitalization weighted stock market index. It is regarded as a benchmark for Singapore stock market. It tracks the performance of
top 30 companies listed on the Singapore Exchange. STI എന്ന് പറയുന്നത് ക്യാപിറ്റലൈസേഷൻ വെയ്റ്റഡ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആണ്. അതായത് അവിടെ ഏത് തരത്തിലുള്ള കാൽക്കുലേഷൻ ആണ് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ടോപ്പ് 30 ആയിട്ട് നിൽക്കുന്ന കമ്പനീസിൻ്റെ പെർഫോമൻസ് ട്രാക്ക് ചെയ്തിട്ടാണ് STI തീരുമാനിക്കുന്നത്. The STI is an index which is calculated from the performance of individual stock. As such, you cannot buy the STI. For those who wish to gain the exposure to the performance of the STI, they can buy to an exchange traded fund that seek to replicate the performance of STI. STI is ഒരു ഇൻഡെക്സ്, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ സ്റ്റോക്സിൻ്റെ പെർഫോമൻസ് വെച്ചാണ്. STI ഒരു ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ അത് ബൈ ചെയ്യാനായിട്ട് പറ്റില്ല. STIയുടെ ഗെയിൻ എക്സ്പോഷർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ് ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്യുന്നത്. ലൈക്ക് ഓൾ അതർ ഇൻഡിക്കേഴ്സ്, the STI is derived across different industries, so it's about as safe to invest in the stock market can get. You are putting your eggs in 30 different baskets here. STIയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും സേഫാണ്. ബിക്കോസ് അത് അതിൻ്റെ STIയുടെ ഇൻഡിക്കേഴ്സ് 30 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ കമ്പനീസിൽ സ്പ്രെഡായിട്ട് കിടക്കുകയാണ്. ഇതാണ് 30 ടോപ്പ് കമ്പനീസ് ഓഫ് STI. ഇനി എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? സം ഓഫ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പാസ് ആയാൽ മാത്രമാണ് STIയുടെ കമ്പനീസിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നമുക്ക് ദർ ആർ മെയിൻലി 3 ക്രൈറ്റീരിയ ആണ് ഉള്ളത്. അപ്പം നമുക്ക് ഏതൊക്കെയാണ് ക്രൈറ്റീരിയ എന്ന് നോക്കാം. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സൈസ് ആണ്. സൈസ് എന്ന് പറയുന്നത് ദ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മസ്റ്റ് ഫോൾ വിത്തിൻ ദ ടോപ്പ് 98% ഓഫ് ദ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് SGX മെയിൻ ബോർഡ്. ടോപ്പ് 98% ഒരു കമ്പനിയുടെ 98% ഓഫ് അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ 98% ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ഉള്ളിൽ വരണം. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ ഉള്ള കമ്പനിയുടെ വാല്യൂനെയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രസൻറ്റ് ഷെയർ പ്രൈസിനെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസിൻ്റെ ഒപ്പം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അടുത്തതാണ് ഫ്രീ ഫോൾട്ട്. ഫ്രീ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനീസും ട്രേഡ് ചെയ്യാനായിട്ട് മാർക്കറ്റിൽ വിട്ടുകൊടുക്കുന്ന അവരുടെ ക്യാപിറ്റലിനെയാണ് ഫ്രീ ഫോൾട്ട് എന്ന് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 15% ആയിരിക്കണം. അതെപ്പോഴും മോർ ദാൻ 15% ആയിരിക്കണം ഫ്രീ ഫോൾട്ട് എന്ന് പറയുന്നത്. ഫ്രീ ഫോൾട്ട് എന്ന് പറയുന്നത് ഓരോ കമ്പനിയുടെ ഷെയർ മാർക്കറ്റിൽ ഫ്രീലി അവൈലബിൾ ആയിരിക്കണം. ഫോർ ട്രേഡിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന കമ്പനിയുടെ ഷെയറാണ്. The definition of the free float include portfolio investment, nominee holding and holding by investment companies. പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ നോമിനി ഹോൾഡിംഗ് ആൻഡ് ഹോൾഡിംഗ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ്. ഇതൊക്കെയാണ് ഫ്രീ ഫോൾട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ അതിൽ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് സിഗ്നിഫിക്കൻ്റ് ഹോൾഡിംഗ് ബൈ ഫൗണ്ടേഴ്സ്, ദ ഫാമിലി ആൻഡ് ഓർ ഡയറക്ടേഴ്സ്, റെസ്ട്രിക്റ്റഡ് എംപ്ലോയി ഷെയർ സ്കീം, ഗവൺമെൻറ് ഹോൾഡിംഗ് ആൻഡ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്ജക്റ്റ്. ഇതൊക്കെ ഫ്രീ ഫോൾട്ടിൽ എക്സ്ക്ലൂഡ് ആയിട്ടുള്ള ഐറ്റംസാണ്. നെക്സ്റ്റ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി സിമ്പിളി നമുക്ക് ലിക്വിഡിറ്റി എന്താണെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിനെ എഫക്റ്റ് ചെയ്യാതെ ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റീനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ആക്കാൻ എത്ര പെട്ടെന്ന് പറ്റുന്നോ അതിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഒരു ക്രൈറ്റീരിയയാണ്. അത് എങ്ങനെയാണ് ഇതിലൊരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്നതെന്ന് നോക്കാം. ദ മീഡിയൻ ട്രേഡിംഗ് വാല്യൂ ഓഫ് എ സ്റ്റോക്ക് ഇൻ ഈച്ച് എക്സ്ചേഞ്ച് each month when divided by its free float shares must be at least 0.05% in 10 out of 12 months. അതായത് ഒരു വർഷത്തിലെ ഓരോ മാസത്തിലെയും
മീഡിയൻ ട്രേഡിംഗ് വാല്യൂ അതായത് ആവറേജ് ട്രേഡിംഗ് വാല്യൂ ഫ്രീ ഫോൾട്ട് ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 0.05% ഉണ്ടാവണം. ഔട്ട് ഓഫ് 10ൽ 0.05% ഉണ്ടാവണം. ഔട്ട് ഓഫ് 8 അത് 0.04% ആണ് വേണ്ടത്. ഇതാണ് മെയിനായിട്ടുള്ള 3 എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ STI. ഫസ്റ്റ് വൺ സൈസ്, സെക്കൻഡ് വൺ ഫ്രീ ഫോൾട്ട് ആൻഡ് തേർഡ് വൺ ലിക്വിഡിറ്റി. നെക്സ്റ്റ് എങ്ങനെയാണ് STIയുടെ കാൽക്കുലേഷൻ എന്ന് നോക്കാം. The STI is the capitalization weighted methodology to calculate the performance. ക്യാപിറ്റലൈസേഷൻ വെയ്റ്റഡ് മെത്തഡോളജിയാണ് STI അവരുടെ പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ഇറ്റ് യൂസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഈച്ച് സ്റ്റോക്ക് ഓഫ് STI. മാർക്കറ്റ് ഓരോ ഇൻഡിവിജ്വൽ സ്റ്റോക്സിൻ്റെ മാർക്കറ്റ് വാല്യൂ അവരിതിനു വേണ്ടി യൂസ് ചെയ്യുന്നു. ആൻഡ് വെയ്റ്റ് ദാറ്റ് അഗെയിൻസ്റ്റ് ദ സ്റ്റോക്ക് പെർസെൻറ്റേജ് ഓഫ് മാർക്കറ്റ് ഷെയർ. മാർക്കറ്റ് ഷെയറിൻ്റെ സ്റ്റോക്ക് പെർസെൻറ്റേജ് അഗെയിൻസ്റ്റ് ദ വെയ്റ്റ് കൂടി യൂസ് ചെയ്തിട്ടാണ് കാൽക്കുലേഷൻ ഓഫ് STI നടത്തുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ഓഫ് SGX അതായത് സിംഗപ്പൂർ എക്സ്ചേഞ്ചിലെ പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് ഇതൊക്കെയാണ്. താങ്ക് യു.